Hi guys, Assalamualaikum. Welcome back to my YouTube channel Chippu's Vlog and it's me Chippu here. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തീരെ വയ്യ, നല്ല പനിയാണ്. കിട്ടുകൊണ്ട് മനസ്സിലാവണില്ല, അതൊരു കുഴപ്പമില്ല. ഓക്കെ, എന്താ പറയുക, ഇന്നത്തെ വീഡിയോ വന്നിട്ട് തമ്മിൽ കണ്ട പോലെ തന്നെ ഡസ്റ്റി സ്കിൻ ടോണിൽ അല്ലെങ്കിൽ ഒരു നോർമൽ ബ്രൗൺ സ്കിൻ ടൈപ്പിന് പറ്റിയ നമുക്ക് കുറച്ച് ഇതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. ആക്ച്വലി 3-4 ദിവസമായിട്ട് നല്ല പനിയാണ്. ഉപ്പാക്കും പനിയാണ്, എനിക്കും ഒക്കെ പനിയാണ്. അപ്പോൾ ചുമക്കുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റത്തെ തന്നെ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഞാൻ പെട്ടിട്ടുള്ള ഷെയ്ഡാണ് ഖൂബ്സൂരത് കുച്ചിപ്പുടിയുടെ ഷെയ്ഡാണ്. നിങ്ങൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഭയങ്കര മാറ്റ് ഫിനിഷാണ്. മാറ്റ് എന്നാൽ ഭയങ്കര ഒരു ക്രീമി പോലത്തെ ടെക്സ്ചറാണ് ഇട്ടത്. ഞാൻ കാണിക്കാം. ഇത്രയും ലിപ്സ്റ്റിക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഒരു 6 ലിപ്സ്റ്റിക്കാണ്. ഇത്രയും ലിപ്സ്റ്റിക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾ കണ്ടാൽ തന്നെ ഒക്കെ ഒരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്ന ലിപ്സ്റ്റിക്കുകളാണ്. അപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. ആൻഡ് ഐ വിൽ ടെൽ ദ നെയിം അല്ലോ, ഏത് ബ്രാൻഡിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വന്നിട്ട് ഇപ്പോൾ ഞാൻ നല്ല ഇട്ടിട്ടുള്ളത് ഖൂബ്സൂരത് കുച്ചിപ്പുടിയുടെയാണ്. ഇതൊരു ഓറഞ്ച് ഷെയ്ഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു ലൈറ്റ് ഓറഞ്ച് പോലെയാണ് ഈ ഷെയ്ഡ് വന്നിട്ട്. ഭയങ്കര ക്രീമിയാണ്, പിന്നെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫേസ് ബ്രൈറ്റ് ആക്കാൻ സഹായിക്കുന്നുണ്ട്, ഒരു ഗ്ലോ തരുന്നുണ്ട്. ഇതാണ് ഫസ്റ്റത്തെ ഷെയ്ഡ് വന്നിട്ടുണ്ട്. തുടക്കാതെ ഭയങ്കര സുഖം, വേഗം പെട്ടെന്ന് കമ്പടത്തിൽ പോകുമ്പോൾ ഇടാൻ പറ്റിയൊരു. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ട്രൈ ചെയ്യാം. ഏതാന്ന് വെച്ചാൽ കൈയോടെ എന്താ പറയുക, ഒരു ആപ്രിക്കോട്ട് ഓയിലും അവക്കാഡോ ഓയിലൊക്കെ ഉള്ള ഒരു ബ്രാൻഡ്. നീത ഗിഫ്റ്റ് തന്നെയാണ്. ഷെയ്ഡ് വന്നിട്ട് നട്ട്മഗ് ന്യൂഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇത് വന്നിട്ട് ബ്രൗൺ ഇതല്ല, ഒരു പിങ്കിഷ് ടോണിൽ വരുന്ന ഒരു ഷെയ്ഡാണ്. ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. നിങ്ങൾക്കിനെ ഉദിച്ച് നിൽക്കണ്ട, ഒരു അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്കാണ് നോക്കണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ്. ഒരു മിനിമൽ ഭയങ്കര ഇതാണ് ഷെയ്ഡ് വന്നിട്ട്. ഒരു പിങ്കിഷാണ്. നിങ്ങൾ വാഷ് ഔട്ട് ചെയ്യുമെന്ന് വിചാരിക്കണ്ട, ഒരു നൈസ് ഷെയ്ഡാണ്. നിങ്ങൾ നമ്മളെ ഉദിച്ച കളറൊന്നും ഇടണ്ട, അങ്ങനത്തെ ഒരു ഫീൽ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റിയ ഷെയ്ഡാണ്. ഇതിലാകുമ്പോൾ കുറച്ചും കൂടി ലൈറ്റായിട്ട് ഫീൽ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി ഡാർക്ക് ഉണ്ട്. അങ്ങനെ ട്രാൻസ്ഫർ പ്രൂഫ് അല്ല. ഷെയ്ഡ് വന്നിട്ട് കാണിച്ചു തരാം, കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കേട്ടോ. എന്നാൽ ബോറുമില്ല. നമുക്ക് എൻ്റെ സ്കിൻ ടോണിന് പറ്റിയ ഒരു പിങ്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളറാണ് കേട്ടോ. നമുക്ക് തുടച്ചളയാം. നല്ല കാറ്റുണ്ടല്ലേ, കുറച്ച് ദിവസം ഭയങ്കര മഴയാണ്.
ഇത് പോകാൻ കുറച്ച് പണിയാണ്. ഇനി നമുക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡിലേക്ക് ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം. എന്നുവെച്ചാൽ 24 hours ഇൻസൈറ്റിൻ്റെ ഒരു സ്റ്റേ ടാൻ 12ൻ്റെ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഗൈസ്. ഒരു ഡാർക്ക് കളറാണ്, കാണിച്ചു തരാം. കുറച്ചിട്ടാൽ മതി, കാരണം കുറേ ഇടുമ്പോൾ കുറച്ചുകൂടി ഡാർക്കായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഷെയ്ഡ് വന്നിട്ട് ഭയങ്കര ബോൾഡായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ കുറച്ച് ബ്രൗൺ ടൈപ്പ് അല്ലേ, പക്ഷെ ഭയങ്കര ഡാർക്ക് കളറാണ് ശരിക്കും ഈ കളറ് വന്നിട്ട്. ഞാനത് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. നല്ല ജലദോഷം കണ്ട, ഒരു ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുന്നൊരു കളറാണ്. കുറച്ചിട്ടാൽ മതി, കുറച്ചുകൂടി കഴിഞ്ഞാൽ ഡാർക്കായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും. കണ്ടോ? വന്നിട്ട് ഇപ്പോൾ 3 സ്വാച്ച് ചെയ്തില്ല നമ്മൾ. ഇനി അടുത്തേക്ക് പോകാം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് അല്ല, അത് കുറച്ച് ഹെവിയാണ്. ചുണ്ടിലിട്ട് നന്നായി അറിയുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ ലെയർ ഇട്ട് പോകാൻ കുറച്ച് പണിയുണ്ട്. തുടച്ചിട്ട് തരാം. ഓക്കെ, ഇനി അടുത്ത ഷെയ്ഡ് വന്നിട്ട് എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷെയ്ഡാണ് ഫേസസ് ഓഫ് കാനഡയുടെ കംഫി മാറ്റിൻ്റെ ഒരു ഷെയ്ഡ് ഞാൻ കാണിച്ചത്. ഭയങ്കര ഇതെനിക്ക് പെർഫെക്റ്റ് ഒരു ബ്രൗൺ സ്കിൻ ടൈപ്പിന് പറ്റിയൊരു ഷെയ്ഡാട്ടത്. അത് നല്ലൊരു ബ്രൗണാണ്. എനിക്ക് ഇട്ട് കാണിച്ചു തരാം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇതാണ് ഷെയ്ഡ് വന്നിട്ട്. ഈ ഷെയ്ഡാണ് നല്ലതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ലിപ്പിൽ ഇട്ടാൽ പോലും നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല. അതവിടെ കിടന്നോളും. കുറച്ച് ട്രാൻസ്ഫർ, പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇട്ടപ്പോൾ അപ്പം തന്നെ ആക്കിയോണ്ടാ, അല്ലെങ്കിൽ കുറച്ച് നേരം നിൽക്കും. കണ്ട, ഇത് നല്ല ഷെയ്ഡാണ്. നേരത്തെ ഞാൻ സ്മെല്ലിട്ട് പോകും. അപ്പോൾ അതാണ് ഒരു ഷെയ്ഡ് വന്നിട്ട്. ഇനി നിങ്ങളൊരു ഓറഞ്ച് ഷെയ്ഡ് നിങ്ങൾ നോക്കുന്നുണ്ട് ഗൈസ്, അങ്ങനെയെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഒരു ഷെയ്ഡ്. ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഞാൻ ഏതൊരു മേക്കപ്പ് വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് റെനിയുടെ സ്റ്റേ വിത്ത് മീ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ്. സോറി ഗൈസ്, ഇട്ട് കാണിച്ചു തരാം. നല്ല കാറ്റും മഴ വരുന്നുണ്ട്. കണ്ട, ഒരു ഓറഞ്ച് എന്നാൽ കുറച്ച് ബ്രൈറ്റായിട്ട് നിൽക്കും കളറ്. ഇതാണ് ഒരു കളറ്, കുറച്ചൊരു ഓറഞ്ചിഷ് കിട്ടും. ആ ടോണിലേക്ക് പോകുന്നൊരു കളറാണ് ഈ കളറ് റെനിയുടെ. പക്ഷെ കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യും ആൻഡ് റേറ്റ് ഉണ്ട്. അതിൻ്റെ ക്വാളിറ്റി ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ ഒരു ഓറഞ്ച് ടൈപ്പ് ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. ഓക്കെ,
ഇത് നേരത്തെയാണ്. ഇത് എന്താണ് പോകാത്ത ട്രാൻസ്ഫർ പ്രൂഫാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഓക്കെ, ഇതായിരുന്നു സെക്കൻഡ് ലാസ്റ്റ് വൺ. റെനിയുടെ സ്റ്റേ വിത്ത് മീ ആൻഡ് ഷെയ്ഡ് വന്നിട്ട് ക്രേവിംഗ് ഫോർ കോഫി എന്നുള്ളൊരു ഷെയ്ഡാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാലോ. തീരെ പോകില്ലട്ടാ റെനിയുടെ. മോയ്സ്ചറൈസർ വെച്ചിട്ട് ഓക്കെ ഓക്കെ. അപ്പോൾ അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ഷെയ്ഡ് വന്നിട്ട് ദിസ് ഇസ് എ യുനോ ലിപ് മിസ്റ്റാണ്. ഇത് ഞാനിതിൽ കാണിക്കാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്, ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഈ ലിപ് മിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഷോർട്ട്സ് കണ്ടിട്ടുണ്ടായിരുന്നു മോണിക്കാന്ന്. അതിലത്തെ സാധനമാണ് ഡ്രിപ്പിൻ്റെ കൊക്ക ഡ്രിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് ആക്ച്വലി മിസ്റ്റാണ്. ഇതിൽ വേറെ പ്രത്യേകിച്ചല്ല, ഭയങ്കര നാച്ചുറൽ പിഗ്മെൻറ്റേഷൻ, അതിന് ഭയങ്കര നാച്ചുറൽ പിഗ്മെൻറ്റേഷനാണ്. ഒരു റെഡിഷ് ടോണിലേക്ക് വരുന്നൊരു കളറാണ്. ആൻഡ് ഓഫ് കോഴ്സ് ദിസ് ലിപ് മിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത്ര ലോങ് ലാസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് ആ പോയാലും ആ ഒരു പിഗ്മെൻറ്റ് ഉണ്ടല്ലോ അത് അവിടെ കിടക്കും. ആൻഡ് ഈ നമ്മൾ പെട്ട ഷെയ്ഡൊക്കെ ഇല്ലേ, ആ ഷെയ്ഡിൻ്റെ മേലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം, ഈ മിസ്റ്റായിട്ട് യൂസ് ചെയ്യാം. ഞാൻ ആദ്യം കയ്യിൽ സ്ക്വാച്ച് ചെയ്ത് കാണിച്ചത് ഭയങ്കര ഒരു വേറെ കളറാണ്, ഒരു റെഡിഷ് കളറാണ്. കാണിച്ചു തരാം. ഇത് മാത്രമായിട്ട് ഇടലില്ല ഞാൻ, ഏതെങ്കിലും ഒരു ഷെയ്ഡ് ഇട്ടിട്ട് അതിൻ്റെ മേലെ തന്നെയാണ് അത്. ലിപ്സ്റ്റിക്ക് ഇടാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇടണ്ട എന്നുള്ള തോന്നുന്ന ആൾക്കാരെന്ന്. പക്ഷേ ഷൈനിങ് അപ്പിയറൻസ് വേണം ലിപ്പിൽ എന്നുണ്ടെങ്കിൽ ലിപ് ഗ്ലോസ് ഒക്കെ പോലെ തന്നെ ലിപ് മിസ്റ്റാണിത്. നിങ്ങളിതിൻ്റെ ഷെയ്ഡ് നോക്ക്, എന്ത് ഡ്രസ്സാ. എനിക്കറിയില്ല നിങ്ങൾക്ക് ഇഷ്ടമായിട്ട്. പിന്നെ ഇതിനെ പോലെ ഇങ്ങനെ ഒരു ഷൈനിങ് അപ്പിയറൻസ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, ലിപ് ഗ്ലോസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡാണ്, അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഈ ട്രിപ്പിൻ്റെ ലിപ് മിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കേ ഇത് വേണമെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്യാം, കാണിച്ചു തരാം. ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ആ ഒരു ഗ്ലേസിനെസ് ഒഴിവാക്കിയാൽ കാണിച്ചട്ടെ. ഗ്ലേസിനെസ് ഒഴിവാക്കിയാലും കണ്ട സംഭവം പോയി, പക്ഷെ ആ പിഗ്മെൻറ്റ് ഉണ്ടല്ലോ അത് അവിടെ കിടക്കും. അത് നമ്മൾ നാച്ചുറൽ ചുണ്ടിൻ്റെ ലിപ്പ് പോലെ, ഐ മീൻ ആ കളറ് പോലെ അവിടെ കിടക്കും. കണ്ട ഒരു ഭയങ്കര നാച്ചുറൽ ഫിനിഷാണ്. ഇതാണ് ഇതിലത്തെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞത്, ഇതും ആൻഡ് ഇതുമാണ് ഫേസസ് ഓഫ് കാനഡയുടെ. ആൻഡ് ബാക്കിയെല്ലാം ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാം കാണിച്ചു തന്നത്. ആൻഡ് ഇത് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള കളറാണ് കേട്ടോ ട്രിപ്പിൻ്റെ. ഇപ്പോൾ നമ്മൾ എത്ര 1 2 6 ഷെയ്ഡ്സാണ് നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ടത്. ഇതൊക്കെ എൻ്റെ സ്കിൻ ടോപ്പ്. എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് നോർമൽ ടു ഡസ്കി സ്കിന്നാണ്, ഫെയർ സ്കിന്നല്ല, ബ്രൗൺ സ്കിൻ പോലെ തന്നെയാണ് എൻ്റെ സ്കിന്ന് വന്നിട്ട്. അപ്പോൾ അതിന് മാച്ചായ ഷെയ്ഡുകളൊക്കെയാണ് ഞാൻ കാണിച്ചു തന്നത്. ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുള്ളായി തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങളിത് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് ഷെയ്ഡ് ഹെൽപ്പ് ചെയ്ത് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മേടിക്കാം. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോ ലാസ്റ്റാണ് നിങ്ങൾക്ക് കാണുമെന്നൊന്നും അറിയില്ല, നിങ്ങൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ടാവും. പക്ഷേ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളതൊന്ന് പറഞ്ഞാൽ മിക്ക വീഡിയോസിൽ ഇപ്പോൾ ഞാൻ പറയാറുണ്ട് ഞങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട്, പക്ഷെ ആരും ഇതുവരെ പറയാറില്ല. അപ്പോൾ ദയവ് ചെയ്ത് പറയുക എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം എന്നുള്ളത്.
അപ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കാണുന്നവർക്കും ബൈ ബൈ.